ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്താന്ന് പറഞ്ഞാൽ iQZ9X 5Gയിൽ വരുന്ന ആനിമേഷനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്കതിന് ഫസ്റ്റ് സെറ്റിങ്സിലേക്ക് പോകാം. സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് നേരെ പോകേണ്ടത് ഡൈനാമിക് എഫക്ട്സിലാണ് കേട്ടോ. ഡൈനാമിക് എഫക്ട്സിൽ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ടച്ച് സ്ക്രീനിങ് ആനിമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ടച്ച് ചെയ്യുമ്പോൾ മൊബൈൽ ടച്ച് ചെയ്യുമ്പോൾ ഏത് രീതിയിലുള്ള അനിമേഷനാണ് മാക്സിമം വേണ്ടത് എന്നൊക്കെ നോക്കാം നമുക്കതിൽ. പ്ലസ് ഡൈനാമിക് എലിമെൻഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെതർ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയൊക്കെ അതിൽ വരുന്ന ഒരു ചെറിയ സെറ്റിങ്സ് ആണ്. അടുത്തത് ആംബിയൻ ലൈറ്റ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കതിൽ കുറേ സെഗ്മെൻറ്റ് ഓപ്ഷൻ വരുന്നുണ്ട്. ഓൺ സ്ക്രീൻ ഡിസ്പ്ലേ, എപ്പോഴും ഓൺ സ്ക്രീൻ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണോ, അതായത് കോൾസിന് ആംബിയൻസ് എങ്ങനത്തെ വേണ്ടത്. അതിൽ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ചെയ്യുമ്പോൾ നോക്കാവുന്നതാണ്. ഇത് വരുന്നില്ല, ഓരോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഒരു കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം, ട്രാൻസ്പെറൻസി വിത്ത് എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാം. ഈ ഒക്കെ രീതിയിലായിരിക്കും നമുക്കതിൽ വരുന്നത്. ഇത് അപ്ലൈ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള വ്യത്യാസം വരും. അടുത്തത് ഹോം സ്ക്രീൻ ട്രാൻസിഷൻ അനിമേഷൻ എന്ന് പറയുമ്പോൾ ഇതെന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു ആപ്പൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ എത്ര രീതിയിൽ സ്പീഡിലാണ് വരേണ്ടത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ അടുത്ത ഫേസ് റെക്കഗ്നൈസേഷൻ അനിമേഷൻ എന്ന് പറയുമ്പോൾ അത് ഇതാണ്. ഇത് നമ്മൾ ഫേസിലൊക്കെ വഴി അൺലോക്ക് ചെയ്യുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് ആ ഒരു അനിമേഷൻ വേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് അപ്ലൈ ചെയ്തിട്ടില്ല ഞാൻ. അടുത്ത ചാർജിങ് അനിമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചാർജർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് അനിമേഷൻ വരേണ്ടത് എന്ന് നമുക്കതിൽ സെറ്റ് ചെയ്യാം. അടുത്ത സ്ക്രീൻ ഓഫ് അനിമേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിലാണ് സ്ക്രീൻ ഓഫ് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ് സ്ക്രീൻ ഓഫ് ആവേണ്ടത് എന്നുള്ള അനിമേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്.